സ്ഥലം ചൈനയിലെ ഷാങ്ഹായ് ഉച്ചകോടി. 20 രാഷ്ട്രത്തലവന്മാർ ഒന്നിച്ചു ചേരുന്ന സന്ദർഭം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സൗഹൃദവും കുശലവും പങ്കുവെച്ച് നടന്ന് നീങ്ങുകയാണ്. ലോകത്തിലെ 3 വൻ ശക്തികളുടെ രാഷ്ട്രങ്ങളുടെ തലവന്മാരുടെ നീക്കങ്ങൾ ലോകം സാഹൂതം വീക്ഷിക്കുമ്പോൾ അതിനിടയിൽ ഒരാൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന രംഗമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മറ്റാരുമല്ല, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് അത്. ഒരു വേള പുടിനും മോദിയും ഷിയും ചിരിച്ചുകൊണ്ട് കൂട്ടം കൂടി സൗഹൃദം പറയുമ്പോഴും പുടിനുമൊത്ത് നടന്നു നീങ്ങുമ്പോഴും കയ്യും കെട്ടി ആരോടും സൗഹൃദം പങ്കിടാതെ നോക്കി നിൽക്കുന്ന ഷഹബാസ് ഷെരീഫിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ പതിഞ്ഞിരിക്കുന്നത്. ഇതിലൊരു രാഷ്ട്രീയമുണ്ട്. ഇന്ത്യയും ചൈനയും ബദ്ധവൈരികളാകുന്നത് അമേരിക്കൻ താല്പര്യങ്ങൾ കൊണ്ടാണ്. അതിർത്തി തർക്കവും നേരത്തെ യുദ്ധവും വരെ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ നടന്നു. എന്നാൽ ചൈനയുടെ പങ്കാളിയായി ഇന്ത്യക്ക് ഭീഷണിയായി നിലനിന്നത് പാകിസ്ഥാനാണ്. അമേരിക്കയോട് ഇന്ത്യ അടുക്കുന്നു എന്നതാണ് ചൈനയെ എക്കാലവും പ്രകോപിപ്പിച്ചിരുന്ന കാര്യം. അതിനിടെയാണ് പാകിസ്ഥാൻ അമേരിക്കയുമായി അടുക്കാൻ തുടങ്ങുന്നത്. പട്ടാള മേധാവി അസിം മുനീറിനെ വൈറ്റ് ഹൗസിൽ ചുവപ്പ് പരവതാനി വിരിച്ച് ട്രംപ് സൽക്കാരം ഒരുക്കിയതും പാകിസ്ഥാന് കൂടുതൽ ആയുധങ്ങൾ നൽകാമെന്ന് വ്യക്തമാക്കിയതുമൊക്കെ ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ്. എന്നാൽ ഈ വിഷയം നേരത്തെ സൗഹൃദ രാജ്യമായിരുന്ന ചൈനക്ക് അത്ര തന്നെ രസിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, പാകിസ്ഥാനേക്കാൾ ചൈനക്ക് പങ്കാളിയോ സൗഹൃദ രാജ്യമോ ആവുന്നത് ഇന്ത്യയാണ് എങ്കിൽ അതാണ് ചൈനക്ക് ഗുണകരവും. ഇന്ത്യക്കാകട്ടെ നിലവിലുള്ളതിനേക്കാൾ സൗകര്യങ്ങളും വ്യാപാര സഹകരണ മേഖലകളിൽ കൂടുതൽ സൗകര്യങ്ങളും പുതിയ പാതകളും തുറന്നു കിട്ടിയാൽ ഇന്ത്യക്കത് പുതിയ കമ്പോള സാധ്യതകൾ തുറന്നു വരികയുമാണ്. ഈ 2 രാജ്യങ്ങളിലുമായി 140 കോടി ജനങ്ങളുണ്ട്. ഈ മാനുഷിക കരുത്തു തന്നെ മതി ലോക വ്യാപാരത്തിൻ്റെ വലിയ കൈമാറ്റം നടക്കാൻ. ലോകത്താകമാനം 850 കോടിയിൽ പരം ജനങ്ങളാണ് ഉള്ളത് എന്നോർക്കണം. അതിൽ തന്നെ ഇന്ത്യയും ചൈനയും റഷ്യയും ഉൾപ്പെടുന്ന 3 രാഷ്ട്രങ്ങളിൽ മാത്രം 300 കോടിക്കടുത്ത് ജനസംഖ്യയുണ്ട്. മാത്രവുമല്ല, പുതിയ ബ്രിക്സ് കൂട്ടായ്മ കൂടി ഈ വ്യാപാര സഖ്യത്തിലേക്ക് കടന്നു വന്നാൽ ലോക കമ്പോളത്തിൻ്റെ പകുതിയിലധികവും ഈ സഖ്യം കൊണ്ടുപോകും. പിന്നീടുള്ള ഉപരോധങ്ങളോ മറ്റോ ഒന്നും ഈ രാജ്യങ്ങളെ അത്ര തന്നെ ബാധിക്കുക പോലും ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പാകിസ്ഥാൻ കൂടുതൽ ഒറ്റപ്പെടുകയും ഇന്ത്യ കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്യുന്നത്. ഇന്ത്യയിൽ വർഗീയ ചേരിതിരിവുകളും ജാതി സംഘടനകളും അവസാനിപ്പിച്ചാൽ ഇന്ത്യ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും. ബലൂചിസ്ഥാൻ വാദം പോലെ രാജ്യം പിളർത്തണമെന്ന വാദമൊന്നും നിലവിൽ ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ ഒരു യൂണിയൻ എന്ന നിലയിൽ ഇന്ത്യ ശക്തവും സുസജ്ജവുമാണ്. എന്നാൽ പാകിസ്ഥാനിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. അമേരിക്കയുമായി അടുത്താൽ ചൈന കൈവിടും. മേഖലയിൽ നിലവിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടും. നിലവിൽ അയൽ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാനുമായും ഇന്ത്യയുമായും അത്ര സുഖത്തിലല്ല പാകിസ്ഥാൻ. അതിലേക്ക് ചൈന കൂടി വന്നാൽ പിന്നെ പാകിസ്ഥാനില്ല. ബലൂചിസ്ഥാൻ ആർമി ഉന്നയിക്കുന്ന വിഭജനം വളരെ പെട്ടെന്ന് തന്നെ ആ രാജ്യത്ത് സാധ്യമാവുകയും ബലൂചിസ്ഥാൻ എന്നും പാകിസ്ഥാൻ എന്നും 2 രാഷ്ട്രങ്ങൾ അവിടെ പിറക്കുകയും ചെയ്യും. അമേരിക്കൻ സൈനിക താവളം പാകിസ്ഥാനിൽ കൊണ്ടുവരാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. നിലവിൽ അതിന് പാകിസ്ഥാൻ ശ്രമിച്ചാൽ ചൈന ഇടപെടും. അത് ചൈനയുടെ താല്പര്യങ്ങൾക്ക് എതിരാണ്, ചൈനയ്ക്ക് ഭീഷണിയുമാണ്. ചൈനയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും മേഖലയുടെ സമാധാനവും മറ്റും കാത്തുസൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാവുകയും വേണമെന്ന്. ഇത് കേവലം ഒരു വാക്കല്ല. ഈ ഉച്ചകോടിയിൽ ട്രംപും പുടിനും മോദിയും ഒത്തുചേർന്നതിനെ ഉറ്റുനോക്കുകയാണ് ലോകം. അമേരിക്കക്കെതിരെ ലോകരാഷ്ട്രങ്ങളുടെ വലിയ കൂട്ടായ്മ തന്നെ രൂപപ്പെടുന്നതാണ് നാം കാണുന്നത്. ഇന്ത്യക്ക് തീരുവ പ്രഖ്യാപിച്ച് ഇന്ത്യയുടെ കീഴടങ്ങൽ പ്രതീക്ഷിച്ചിരുന്ന ട്രംപിന് മുന്നിൽ ഇന്ത്യ പതറിയില്ലെന്ന് മാത്രമല്ല, പുതിയ ലോകക്രമത്തിൻ്റെ സാധ്യതകളിലേക്ക് ഇന്ത്യയുടെ നിലപാടുകൾ കൂടുതൽ ഉയർത്തിക്കാട്ടപ്പെടുകയും ചെയ്തു ഇന്ത്യ. ഇനി ഉക്രൈൻ റഷ്യ വിഷയത്തിൽ ട്രംപിനെ മറികടന്ന് പുടിനും സെലൻസ്കിക്കും അനുകൂലമായ സാഹചര്യമുണ്ടാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞാൽ അത് ലോക സമവാക്യത്തിൻ്റെ തന്നെ വിജയമായിരിക്കും. അതിലേക്ക് ചുവട് വെക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് പുടിൻ മോഡി കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇന്ത്യയുമായി ബന്ധപ്പെട്ടു എന്ന സൂചനകൾ. ഏതായാലും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ സാധ്യതകൾ ഉയരുകയാണ്. ഒപ്പം പാകിസ്ഥാന്റെ സാധ്യതകൾ മങ്ങുകയും ചെയ്യുന്നു. കാലങ്ങളായുള്ള ഭരണകർത്താക്കളുടെ അക്ഷീണ യത്നങ്ങളാണ് ഓരോ രാഷ്ട്രങ്ങളുമായുള്ള ഇന്ത്യയുടെ സൗഹൃദവും വിവിധ കരാറുകളുമെല്ലാം. അതിലേക്ക് പുതിയ ലോകരാഷ്ട്രങ്ങളുടെ കമ്പോളവാതിലുകൾ തുറക്കാൻ കഴിഞ്ഞാൽ അമേരിക്കയുടെ നിലവിലെ ഭീഷണിയെ മറികടക്കാമെന്ന് മാത്രമല്ല, അതിനെ നമുക്ക് വിജയിക്കാനും കഴിയും. പക്ഷേ അപ്പോഴും ഉയർന്നൊരു ചോദ്യമുണ്ട്, ചൈനയെ വിശ്വസിക്കാവോ എന്ന്. കോൺഗ്രസ് ഉൾപ്പെടെ ഉയർത്തിയ ഈ ആശങ്കക്കുള്ള ഉത്തരം
കാത്തിരുന്ന് കാണേണ്ടതാണ്. waytonikah.com, the exclusive Muslim matrimonial site.